വാടകയം റെസിഡൻസ് അസോസിയേഷന്റെ ഓണനിലാവ് ആഘോഷം SSRI UP സ്കൂൾ ഹാളിൽ നടന്നു. രാവിലെ 9-ന് പള്ളിപ്പുറം സഹകരണ ബാങ്കിന്റെ മുൻപിൽ നിന്നും ഓണവിളംബര യാത്രയും 9:30-ന് മുനമ്പം DYSP S. ജയകൃഷ്ണൻ ഭദ്രദീപം തെളിയിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 10 മണിക്ക് മുതിർന്ന അംഗം ബേബി പ്രഭാകരൻ വലിയകുളം പതാക ഉയർത്തി. പ്രശസ്ത സിനിമാ താരം അനുരാജന് സ്വീകരണം നൽകി. 10:30-ന് പൂക്കൾ മത്സരവും തുടർന്ന് ഓണസദ്യയും ഉണ്ടായിരുന്നു. വൈകിട്ട് 4-ന് വടംവലി പ്രദർശന മത്സരം നടന്നു. വൈകിട്ട് 5-ന് നടന്ന ഓണസദസ്സ് ചടങ്ങിൽ മോനിഷ, ദേവിക, സുനിൽ തുടങ്ങിയവർ ഈശ്വര പ്രാർത്ഥന നടത്തി. തുടർന്ന് വാടക്കയം റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി സെനിഷ സുനിൽ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് CR സുനിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി ജയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബാലസാഹിത്യകാരൻ CP പള്ളിപ്പുറം ഓണ സന്ദേശം നൽകി. പ്രശസ്ത സിനിമാ നടനും സീരിയൽ നടനുമായ സലീം ഹസൻ മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. മെമ്പർമാരായ രാധിക സതീഷ്, ലീമ ജിജിൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. റെസിഡൻസ് അപ്പെക്സ് കൗൺസിൽ ഖജാൻജി വേണുഗോപാൽ AK ഓണപ്പുടവ വിതരണം നടത്തി. ഷിജിൻ കണ്ണാത്തുശ്ശേരി നന്ദിയും പറഞ്ഞു. തുടർന്ന് കലാപരിപാടികളും നടന്നു. ജന്മനാടിന് ഇങ്ങനൊരു സ്വീകരണം കിട്ടിയതിൽ ഇവിടെ വാടക റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു ഭാഗമായി എനിക്ക് ഇത്രയും വലിയൊരു വരവേൽപ്പ് സ്വീകരണം നന്ദിയാണ്. എൻ്റെ എല്ലാ ഭാരവാഹികൾക്കും പ്രത്യേകം നന്ദി ഞാൻ അറിയിക്കുന്നു. ചെറായി എന്ന് പറയുന്നത് ശങ്കരാടിയും ഒരുപാട് കലാകാരന്മാർ ഉണ്ടായിരുന്നൊരു നാടാണ്. അവിടെ ഒരു കലാകാരനായിട്ട് വളർന്നു വരാൻ സാധിക്കുന്നത് ഒരു തുടക്കമാണ്. അപ്പോൾ ഇനിയും എൻ്റെ നാടിൻ്റെ സന്തോഷവും സ്നേഹവും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് സന്തോഷം. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണാശംസകൾ. സാംസ്കാരിക പൈതൃകമെന്നറിയപ്പെടുന്നു നമ്മുടെ ചെറായിയിലെ വാടക്കയം റെസിഡൻസ് അസോസിയേഷൻ്റെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി ഇവിടെ നടക്കുന്ന ഓണാഘോഷത്തിനോടനുബന്ധിച്ച് മലയാള സിനിമയിലെ ഉത്തമ വാഗ്ദാനം അനുരാജ് എന്ന മഹാപ്രതിഭക്ക് ഒരു സ്വീകരണം കൊടുത്തതിൽ ഒരു എളിയ കലാകാരൻ എന്ന നിലയിൽ എനിക്ക് എൻ്റെ നാടിനും അഭിമാനമുണ്ട്. വാടക്കയം റെസിഡൻസ് അസോസിയേഷനോട് അതിയായ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മലയാള സിനിമാ രംഗത്ത് ഒരു പുതിയ താരോദയമാണ്. പ്രതിഭയും സ്വപ്രയത്നവും ഭാഗ്യവും കൊണ്ട് മലയാള സിനിമയിൽ തൻ്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് അതിന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന് ജന്മനാടിൻ്റെ വരവേൽപ്പ് നൽകിയ റെസിഡൻസ് അസോസിയേഷൻ നന്ദിയുടെ 1000 പൂച്ചെണ്ടുകൾ അർപ്പിച്ചു. ഈ പരിപാടിയിൽ അധ്യക്ഷതാപദം അലങ്കരിക്കുന്ന ശ്രീമാൻ CR സുനിൽ അവറുകളെ വാടകയം റെസിഡൻസ് അസോസിയേഷന്റെ ഓണാഘോഷ പരിപാടിയുടെ വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനെത്തിയ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്, നമ്മളോടൊപ്പം എല്ലാ പരിപാടിയിലും സഹകരിക്കുന്ന വ്യക്തിയാണ് ശ്രീമതി രമണി അജയൻ അവറുകളെ ഇന്നത്തെ ഈ പരിപാടിയുടെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതും പള്ളിപ്പുറത്തിന്റെ സ്വന്തം കഥാകാരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീ CP പള്ളിപ്പുറം സാറിനെ ഇന്നത്തെ ഈ പരിപാടിയുടെ വേദിയിലേക്ക് ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മളോടൊപ്പം എല്ലാ പരിപാടിയിലും സഹകരിക്കുകയും 18-ാം വാർഡിന്റെ മെമ്പറും പഞ്ചായത്തിന്റെ വികസനകാര്യ ചെയർപേഴ്സണുമായ ശ്രീമതി രാധിക സതീഷ് അവറുകളെ വാടകയം റെസിഡൻസ് അസോസിയേഷന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളോടൊപ്പം എല്ലാ പരിപാടിയിലും സഹകരിക്കുകയും എന്തോരം സമയമില്ലെങ്കിലും നമ്മളോടൊപ്പം ഏത് സമയത്തും ഓടിയെത്തുന്ന നമ്മുടെ പ്രിയങ്കരിയായ വാർഡ് മെമ്പർ ലീമ ജിജിൻ അവറുകളെ വാടകയം റെസിഡൻസ് അസോസിയേഷന്റെ ഓണാഘോഷ പരിപാടിയുടെ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. റെസിഡൻസ് അസോസിയേഷൻ അപ്പെക്സ് കൗൺസിൽ അംഗം വേണുഗോപാൽ സാർ, അദ്ദേഹം അപ്പെക്സ് കൗൺസിലിന്റെ ഖജാൻജി കൂടിയാണ്. അദ്ദേഹത്തെ വാടകയം റെസിഡൻസ് അസോസിയേഷന്റെ ഓണാഘോഷ പരിപാടിയുടെ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വാടകയം റെസിഡൻസ് അസോസിയേഷനിലെ കമ്മിറ്റി അംഗങ്ങൾ 1-2 ദിവസമായി അവർ ഒരുപാട് കിടന്ന് കഷ്ടപ്പെടുകയാണ്. അവരെ എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കമ്മിറ്റി അംഗങ്ങളെ പ്രത്യേകിച്ച് പേരെടുത്ത് ആരെയും പറയുന്നില്ല. വാടകയം റെസിഡൻസ് അസോസിയേഷനിലെ മുഴുവൻ അംഗങ്ങളെയും ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു.
പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീ രാധിക സതീഷ്, ലിമ ജിജിൻ, അബസ് കൗൺസിലിൻ്റെ ട്രഷറർ ബഹുമാനായ ശ്രീ വേണുഗോപാൽ, വടക്കയം റെസിഡൻസ് അസോസിയേഷൻ്റെ കമ്മിറ്റി അംഗങ്ങളെ, കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസോസിയേഷൻ്റെ എല്ലാ വർഷവും നടത്തി വരാറുള്ള ഓണാഘോഷം ഈ വർഷവും വളരെ ഗംഭീരമായി ഇവിടെ നടത്തപ്പെടുകയാണ്. ഇന്ന് രാവിലെ നമ്മുടെ തൊട്ടടുത്ത നമ്മുടെ പ്രദേശത്തുകാരനായ സിനിമയിലൂടെ ഒരുപാട് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് തൊട്ടടുത്ത് ഇറങ്ങിയ വാർഡ് സിനിമയിലെ മുഖ്യ കഥാപാത്രം കൈകാര്യം ചെയ്ത ശ്രീ അനുരാജിന് ഈ അസോസിയേഷൻ്റെ മുഴുവൻ അംഗങ്ങളും ചേർന്നുകൊണ്ട് അദ്ദേഹത്തെ സഹകരണ ബാങ്കിൻ്റെ മുന്നിൽ നിന്നും മേളവാദ്യങ്ങളുടെ അകമ്പടിയോടെ ഇവിടെ ആനയിക്കുകയും അദ്ദേഹത്തിന് നല്ലൊരു സ്വീകരണം ഏർപ്പാടുകയും ചെയ്യുന്നു. ഇന്ന് ഈ യോഗത്തിൽ മറ്റൊരു മുഖ്യാതിഥിയായി എത്തുന്നത് നമ്മുടെ പ്രിയങ്കരനായ സലീം ഹസനാണ്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കും ഇവിടെ എത്തിയാണ്. ഈ അസോസിയേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഈ പ്രദേശത്ത്, അത് ജനത മുതൽ ഡിസ്പെൻസറി വരെയുള്ള പ്രദേശത്ത് ഏകദേശം 160ഓളം കുടുംബങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ അസോസിയേഷൻ. എല്ലാവരും ഈ 160 കുടുംബങ്ങളിലെ എല്ലാവരും ഒരു മനസ്സോടെ, ഒരു മെയ്യോടെ ആണ് ഈ പരിപാടികൾ നടത്തിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും ഈ റെസിഡൻസ് അസോസിയേഷൻ ഒരുപാട് റെസിഡൻസ് അസോസിയേഷനിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഈ വാടക്കകം റെസിഡൻസ് അസോസിയേഷൻ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഭാരവാഹികൾ മാത്രമല്ല, അതിന് കൂടെ ചേർന്നുകൊണ്ട് ഒരു പറ്റം ആളുകൾ എല്ലാ കുടുംബത്തിലും ഇവിടെ സൂചിപ്പിച്ചു 160 കുടുംബം ഇതിലെ ആഘോഷം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ 160 വീട്ടിലും ഇന്നും വളരെ ഒരു ഓണം നമുക്ക് 2 ദിവസം മുമ്പ് കഴിഞ്ഞെങ്കിൽ പോലും ഇന്നാണ് അവരുടെ ആ വീടുകളിലെ പ്രധാനപ്പെട്ട ഓണം ഇന്നായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ആ സന്തോഷവും കുട്ടികളാണെങ്കിലും അതുപോലെ മുതിർന്നവരാണെങ്കിലും എത്ര സന്തോഷത്തോടു കൂടിയാണ് ഇന്നിവിടെ പല കായിക മത്സരങ്ങളും വടംവലിയും എല്ലാം, സ്ത്രീകളുടെ വടംവലി എന്നൊക്കെ പറയുമ്പോൾ നല്ല രീതിയിൽ തന്നെ നടത്താൻ നമുക്ക് സാധിച്ചു. അത് ആ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഓണം എന്ന് പറയുമ്പോൾ തന്നെ ഇത്തരം കൂട്ടായ്മകൾ പഴയ കാലത്ത് ഇവിടെ ഇരിക്കുന്ന കാരണന്മാരായിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. പഴയ കാലങ്ങളിൽ ഓണം വരാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുവാനും ഒരു കോടി ഉടുക്കുവാനും വേണ്ടിയാണ്. ഓണക്കോടി എന്ന് പറയുമ്പോൾ അന്നത്തെ കാലങ്ങളിൽ ഓണക്കോടി എന്ന് പറയുമ്പോൾ ഓണം വരണം പുതിയ ഡ്രസ്സ് ഇടണമെങ്കിൽ. ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ കുട്ടികൾക്ക് ഈ ഒരു ജനറേഷൻ പറയുമ്പോൾ അവർക്ക് ഭക്ഷണങ്ങളായാലും അതുപോലെ വസ്ത്രങ്ങളായാലും ഒരു ക്ഷാമമില്ലാത്ത കാലമാണ്. ആ കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം, ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 പേരുടെ കയ്യിലും മൊബൈലാണ് അല്ലേ. ആ 4 പേരുടെ കയ്യിൽ മൊബൈലാകുമ്പോൾ ആരെങ്കിലും വീട്ടിൽ വന്നാൽ പോലും ഒന്ന് ഇരുത്തി സ്വീകരിച്ച് അവരോട് സംസാരിക്കാനുള്ള സമയമില്ല. എല്ലാവരും മുതിർന്നവരാണെങ്കിലും കുട്ടികളാണെങ്കിലും ഓരോരുത്തരെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നൊരു കാലമാണ്. അപ്പോൾ പഴയ രീതിയിൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. പഴയ രീതിയിലുള്ള ഈ ഓണം വരുമ്പോൾ പൂക്കളം ഇടും. അത്തം തുടങ്ങി പൂക്കളം ഇടുമ്പോൾ ഒന്ന് കൈകൊട്ടി കളിക്കുമ്പോൾ തന്നെ അയൽക്കാരെല്ലാവരും കൂടി അവിടെ ഓണക്കളി നടത്തും. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതെല്ലാം മാറി ഇപ്പോൾ നമുക്കത് ആഘോഷിക്കാൻ കിട്ടുന്ന ഒരു അവസരം എന്ന് പറയുന്നത് റെസിഡൻസ് അസോസിയേഷനിലൂടെയാണ്. ഇത്തരം റെസിഡൻസ് അസോസിയേഷനാണ് ഒരു കൂട്ടായ്മ, പഴയ കാലത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാനുള്ള ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്നത്. ഓണാഘോഷം സർക്കാർ തലത്തിൽ ഇല്ല എന്ന് പ്രഖ്യാപനം വന്നത് നമുക്കറിയാം. സാധാരണ ഓണം വരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും അടിച്ചു പൊളിക്കാൻ, സർക്കാർ അടക്കമുള്ള ആളുകൾ എല്ലാവരും അടിച്ചു പൊളിക്കാൻ തയ്യാറായി പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ തന്നെയാണ് നമ്മളിങ്ങനെ വരുന്നത്. എന്നാൽ ഇക്കൊല്ലം
ഇവിടെ സുനിലൊക്കെ സൂചിപ്പിച്ചതുപോലെ, പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ, നമുക്ക് താങ്ങാനാവാത്ത ചില ദുരന്തങ്ങൾ വന്നുകൂടി. നമുക്കെന്ന് പറഞ്ഞാൽ നമുക്ക് പള്ളിപ്പുറത്തുകാർക്കല്ല, ചെറായിക്കാർക്കല്ല, പക്ഷേ തൊട്ടടുത്തുള്ള നമ്മുടെ സഹോദരങ്ങൾക്കാണ്. തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ വയനാട് എന്ന് പറഞ്ഞാൽ അകലെ അല്ല, UK-യിലോ ഓസ്ട്രേലിയയിലോ ഒന്നല്ല, നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ സ്വന്തം സഹോദരങ്ങളാണ്. ഇവിടെയുള്ളത് നമ്മുടെ സഹോദരങ്ങൾ തന്നെ, പക്ഷെ ഇത് തൊട്ടയലത്തുകാരെന്ന് പറയാവുന്ന ആളുകൾ. ഈ മുണ്ടക്കൈ, വയനാടിലെ മുണ്ടക്കൈ എന്നൊക്കെ പറഞ്ഞാൽ എപ്പോ വളരെ അരികത്തുള്ള സ്ഥലങ്ങളാണ്. അവിടെ നമുക്ക് ആർക്കും അതിന്റെ ഗൗരവമൊന്നും മനസ്സിലായിട്ടില്ല. അവിടെ കുറച്ചു പേര് ഉരുൾ പൊട്ടി, കുറച്ചു പേര് മരിച്ചു, ആരൊക്കെ പോയി, തീർന്നു. ഇനി അവർക്ക് വീടില്ല. അവിടെ ഇന്നലെ വരെ കഴിഞ്ഞിരുന്ന ആളുകൾക്ക്, ഒരു മാസം മുമ്പേ അവിടെ നമ്മളെപ്പോലെ തന്നെ ജീവിച്ചിരുന്ന ആളുകൾക്ക്, നമ്മളൊക്കെ ജീവിക്കുന്ന പോലെ വീടും പ്രതീക്ഷകളും എല്ലാം ആയിട്ട് കഴിഞ്ഞിരുന്ന ആളുകൾക്ക് വീടില്ല, കുടിയില്ല, ഒന്നുമില്ല, ഉടുക്കാൻ തുണി പോലും ഇല്ല. അവരുടെ കുടുംബത്തിലെ ആളുകളുമില്ല. ഒരു വീട്ടിലെ 12 പേരിൽ 11 പേരും മരിച്ചു പോയാലുള്ളൊരു സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. 12 പേരിൽ ഒരു കുടുംബം, ആ കുടുംബത്തിലെ 11 പേരും മരിച്ചു പോകുന്ന ഒരവസ്ഥ, അപകടത്തിൽപ്പെട്ട് മരിച്ചു പോകുന്ന അവസ്ഥ. പ്രായം ചെന്ന് മരിക്കുന്നതല്ല, അപകടത്തിൽപ്പെട്ട് ഇന്ന് കിടന്നുറങ്ങിയ ആളുകൾ ഇല്ലാതാവുന്ന ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കണം. അതാണ് ഇവിടെ ഉണ്ടായത്. ഹോംവർക്കൊക്കെ ചെയ്ത് നാളെ രാവിലെ ടീച്ചറെ കാണിക്കാം എന്ന് വിചാരിച്ച് പുസ്തകങ്ങളൊക്കെ അടുക്കി വെച്ച് കിടന്ന കുഞ്ഞുങ്ങളും ഇല്ല, അവരുടെ സ്കൂളും ഇല്ല, ടീച്ചർമാരും ഇല്ല, എല്ലാം പോയി, ഒലിച്ചു പോയി, പാറക്കടിയിലൊക്കെ പെട്ട് എല്ലാം മരിച്ചു. 12 പേരടങ്ങിയ കുടുംബത്തിൽ ഒരാൾ രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്ന് അറിയാമോ? അയാൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, അയാൾ മസ്കറ്റിലായിരുന്നു. മസ്കറ്റിലേക്ക് പ്രളയം ചെന്നില്ല. മസ്കറ്റിലായിരുന്നതുകൊണ്ട് ഇവിടെ കുടുംബം, അയാളുടെ ഉമ്മ, ബാപ്പ, ചേട്ടൻ, ചേടത്തി, ഭാര്യ, മക്കളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ആ വീട്ടിലാണ് 11 പേരില്ലാതായത്. അപ്പൊ ഒരാൾ ഫോൺ ചെയ്തു, മുണ്ടക്കൈയിൽ നിന്ന് ഒരാൾ ഫോൺ ചെയ്തു, എടാ വേഗം വരണം, നൗഫലെ വേഗം വരണം, ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്, എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ഒന്നും അറിഞ്ഞുകൂടാ എന്ന് മൊബൈലില് അവിടെ മസ്കറ്റിലേക്ക് വിളിച്ചു പറയുകയാണ്. വേഗം വരണം. കേട്ട ഉടനെ എന്താണെന്ന് നിശ്ചയമില്ലാതെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് പിറ്റേ ദിവസം ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെ അഭയാർത്ഥികളൊക്കെ രക്ഷാപ്രവർത്തകർ താമസിപ്പിച്ചിരുന്ന സ്ഥലത്ത് അയാളെ കൊണ്ടുവന്നു. അപ്പൊ എന്താണ്, എന്റെ വീട് എവിടെയാണ്, ഉമ്മ എവിടെയാണ്, ബാപ്പ എവിടെയാന്നൊക്കെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചാണ് വന്നത്. എല്ലാവരും സമാധാനിക്ക്, നമുക്ക് 2-3 ദിവസം കഴിയാതെ അങ്ങോട്ട് പോകാൻ സാധ്യമല്ല, എന്നിട്ട് നോക്കാം അവരൊക്കെ. അങ്ങനെ കാത്തിരുന്ന് 3 ദിവസം വെള്ളം പോലും ഇറക്കാതെ ആ മകൻ കാത്തിരുന്നു. അവിടെ ചെന്നപ്പോ വീടില്ല, അയൽപക്കങ്ങളില്ല, നാടില്ല, ഒരു നാട് തന്നെ അവിടെ ഇല്ല. ബാപ്പ കുഞ്ഞു മൊയ്തീൻ ഒലിച്ചുപോയി, മരിച്ചു. ഉമ്മ ആയിഷ മരിച്ചു. ഭാര്യ സജന മരിച്ചു. 3 മക്കൾ, നൗഫലിന്റെ 3 മക്കളും മരിച്ചു. ചേട്ടൻ മൻസൂർ മരിച്ചു. മൻസൂറിന്റെ ഭാര്യ മൊഹ്സിന മരിച്ചു. അവരുടെ 3 മക്കളും മരിച്ചു. അങ്ങനെയാണ് 12 പേരിൽ 11 പേരും ഇല്ലാതായി ഒരു വീട്ടിൽ. ഓണത്തെ മാറ്റാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓണം ആഘോഷിക്കാൻ ചെറിയ തോതിൽ ഓണം ആഘോഷിക്കുന്നത്. ഇവിടെ വാടക റെസിഡൻസ് അസോസിയേഷന് ഒരു കുറവും ഉണ്ടാകാറില്ല. ഇവിടെയോ തോന്നുന്നില്ല. ഉച്ചക്ക് അടിപൊളി സദ്യയൊക്കെ ഉണ്ടായിരുന്നതാണ് കേൾക്കാൻ കഴിഞ്ഞത്. അതുപോലെ സിനിമാ നടനെ എതിരേറ്റ് കൊണ്ടുവന്നിരുന്ന കാര്യമൊക്കെ പറഞ്ഞതൊക്കെ നല്ലതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ, ഭംഗിയായിട്ട് കാര്യങ്ങൾ മറ്റുള്ളവരെ ആദരിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ കഴിയണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ പരിപാടികൾ ഉണ്ടാകണം. അതിനെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഇവിടെ രാഷ്ട്രീയമില്ല, മതമില്ല, ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ ഒരു വ്യത്യാസമില്ല. എല്ലാവരും ഒന്നാണ്, ഒറ്റക്കെട്ടായിട്ട് വന്നിരിക്കുകയാണ് അല്ലെ. പല വീടുകളിലെ മഹാബലി കള്ളപ്പറയും ചെറുനാഴിയും ഇല്ലാതെ
ബാലമരണങ്ങളില്ലാത്ത ഒരു കാലം. കുഞ്ഞുങ്ങളൊന്നും മരിക്കുന്നില്ല, നല്ല ചികിത്സയൊക്കെ ഉണ്ടായിരുന്നിരിക്കണമല്ലോ. അതായിരിക്കാം. അതെല്ലാം കേൾക്കാനില്ല എന്നാൽ ഇത് ഉണ്ടാകട്ടെ ഇല്ലാതാകട്ടെ ഒരു കഥയാണ്. ഇത് പഴയൊരു കഥയാണ്. സത്യമാണോ എന്ന് ചോദിച്ചാൽ സത്യമല്ലെന്ന് പറയാൻ നമുക്ക് നിവൃത്തിയില്ല. അങ്ങനെ ഏതായാലും ഒരു നല്ല ഭരണാധികാരി ഉണ്ടായിരുന്നു എന്ന് പല കൃതികളിലൊക്കെ ഉള്ള പരാമർശങ്ങൾ കൊണ്ട് അങ്ങനെ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ ഭരണാധികാരി നല്ല ഭരണം കാഴ്ചവെച്ചപ്പോ ദേവന്മാർക്ക് സഹിച്ചില്ലെന്നാണ് പറയുന്നത്. അങ്ങനെയാണല്ലോ, നല്ലത് ചെയ്യുന്നവനെ ദേവന്മാർക്ക് ആർക്കും ഇഷ്ടമല്ല. അങ്ങനെയാണ് നമ്മുടെ ഈ അരവിന്ദ് കെജ്രിവാള് അല്ലേ, നല്ല ഡൽഹിയില് ഈ അടുത്ത കാലത്ത് വലിയ ഭരണമാറ്റമൊക്കെ ഉണ്ടാക്കി ജനങ്ങളെ കയ്യിലെടുത്ത ആളാണ്. നല്ല ഭരണം പിടിച്ച് ജയിലില് അടച്ചില്ലേ, മിനിഞ്ഞാന്നാണ് തുറന്നു വിട്ടത്. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ പോകുന്നുവെന്ന് ഇന്ന് പത്രത്തിലൊക്കെ നമ്മൾ വായിച്ചു. അപ്പോ അയാളൊക്കെ ചവിട്ടിത്താഴ്ത്താനാണ് നോക്കുന്നത്, ജയിലിലടക്കാനും പീഡിപ്പിക്കാനും ഒക്കെ ഉള്ള ശ്രമങ്ങളാണ്. അപ്പൊ നല്ലത് ചെയ്യുന്നവനെ വാഴിക്കുന്ന സ്വഭാവം പണ്ടും ഇല്ല, ഇപ്പോഴും ഇല്ല. അതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പൊ അങ്ങനെയുള്ള കാലത്ത് നമ്മുടെ ഇടയിൽ നമ്മളെ കാത്ത് രക്ഷിച്ച, നമ്മളെ നന്നായിട്ട് ഭരിച്ച, നമ്മളെ പട്ടിണി കൂടാതെ മുന്നോട്ട് കൊണ്ടുപോയ മഹാബലി ചക്രവർത്തിയെ ഓർമ്മിക്കുന്ന നല്ലൊരു ദിനം. അപ്പോൾ ആ കാലത്ത് ഇവിടെ പ്രസിഡന്റ് ഒരു കാര്യം സൂചിപ്പിച്ചത് നിങ്ങൾ ഓർക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ തരം ഡ്രസ്സുകളുണ്ട്, ഓണക്കോടികളുണ്ട്, എന്ത് തരത്തിലുള്ള ഭക്ഷണമുണ്ട്. ശരിയാണ്, ഞങ്ങളുടെ തലമുറ കാത്തിരുന്നത്, ഓണം വരാൻ കാത്തിരുന്നത്, ഓണം വരുന്ന ദിവസമേ വീട്ടിൽ 2-3 തരം കറികൾ കൂട്ടിയുള്ള ഊണുള്ളൂ. അതിനു മുമ്പൊക്കെ കഞ്ഞിയും കപ്പയും ഒക്കെ ഉണ്ടാവും, അത് തന്നെ മുഴുവൻ ദിവസവും ഇല്ല. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഓണം കാത്തിരിക്കുന്നത്. ഓണം വരുമ്പോ പായസം ഉണ്ടാക്കും അമ്മ, ഉപ്പേരി വറുക്കും, ശർക്കര വരട്ടി ഉണ്ടാക്കും. അതൊക്കെ തിന്നാമല്ലോ എന്ന് കൊതി. കാണം വിറ്റ് ഓണം ഉണ്ണണം എന്നാണ് പറയുന്നത്. എന്താണ് കാണം വിറ്റ് ഓണം ഉണ്ണെന്ന് പറഞ്ഞാൽ? നമുക്ക് എന്തൊക്കെ വിൽക്കാനുണ്ടോ അത് വിറ്റ് പെറുക്കി ആയാലും ഓണം കൊണ്ടാടിയ കൊണ്ടാടണമെന്നാണ് അതിന്റെ സൂചന. പക്ഷേ അങ്ങനെ കൊണ്ടാടുന്ന ഓണം 1, 2, 3, 4 ദിവസം ഉണ്ടാവും. 4 ഓണം നക്കിത്തോർത്തിയെന്നാണല്ലോ പറയുന്നത്. പഴയ ചൊല്ലികളിലൊക്കെ ഉള്ളത് വെറുതെ അല്ല. 4 ഓണം നക്കിത്തീർത്ത് പിന്നെ ഒന്നുമില്ല വീട്ടില്. സന്തോഷകരമായ ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്ന ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ സുഹൃത്തും ഇതിൻ്റെ പ്രസിഡൻറ്റുമായ ശ്രീ CR സുനിൽ, ബഹുമാന്യനും ആരാധ്യനും ഗുരുതുല്യനുമായ സിപ്പി സാർ, ഈശ്വര പ്രാർത്ഥന നടത്തിയ മോനിഷ, സ്വാഗതം പറഞ്ഞ സിനിഷ, ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ, ആശംസകൾ നേരാനെത്തിയിട്ടുള്ള ലീമ ജിജിൻ, രാധിക സതീഷ്, ശ്രീ വേണുഗോപാൽ, നന്ദി രേഖപ്പെടുത്തുന്ന ഷിജിൻ കാത്താശ്ശേരി, ബഹുമാന്യരായ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, കൊച്ചുമക്കളെ, വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. ഒരിക്കലും ഞാനിവിടെ ഒരു അതിഥിയല്ല. എൻ്റെ സൗണ്ട് കേട്ടാൽ അറിയും നിങ്ങളുടെ ഭാഷ പറയുന്ന പറവൂരിൻ്റെയും ചെറായിയുടെയും വൈപ്പിൻ ഭാഷ ടെലിവിഷനിലൂടെ പറഞ്ഞ് ആളുകളുടെ ഇഷ്ടം സമ്പാദിച്ച നിങ്ങൾ ഒരുവനായി തന്നെയാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട ബാല്യകാല സുഹൃത്താണ് ജോഷി, അനുഗ്രഹീത കലാകാരനാണ്, ചെറായിയുടെ വാഗ്ദാനമാണ്. അതുപോലെ തന്നെ സിപ്പി സാറിനെ പോലെയുള്ള ഒരു മഹത് വ്യക്തിത്വത്തിൻ്റെ കൂടെ ഒരു വേദിയിൽ ഇരിക്കാൻ കഴിഞ്ഞത് തന്നെ എൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ധന്യ മുഹൂർത്തമായി ഞാൻ കരുതുന്നു. അതിനവസരമൊരുക്കിയ സുനിലിനോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ ആദ്യം തന്നെ അറിയിക്കട്ടെ. മറിമായം എന്ന ഒരു സീരിയലിലൂടെയാണ് നിങ്ങൾക്ക് എന്നെ പരിചിതമായിട്ടുള്ളത്. ആയിരക്കണക്കിന് പ്രോഗ്രാമുകളുള്ള
ടെലിവിഷനിൽ കഴിഞ്ഞ 14 വർഷമായി ഒരു പ്രോഗ്രാമുമായി എത്തുക, അതിന് നിരന്തരമായി നിങ്ങളുടെ സപ്പോർട്ടും അനുഗ്രഹവും പ്രോത്സാഹനവും ഒക്കെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഞങ്ങൾ മറിമായം ടീമിന് ആദ്യമായി തന്നെ നിങ്ങളോട് അതിനുള്ള നന്ദി അറിയിക്കേണ്ടതുണ്ട്. അത് ഞാൻ എല്ലാവർക്കും വേണ്ടി അറിയിക്കുന്നു. ഓണം വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. എല്ലാ ജാതിക്കും, എല്ലാ മതത്തിനും, എല്ലാ സംസ്കാരത്തിനും, ഉള്ളവനും ഇല്ലാത്തവനും പണ്ഡിതനും പാമരനും ഒക്കെ ഒരുപോലെ മനസ്സിലേക്ക് എടുത്ത് ആഘോഷിക്കാൻ പറ്റുന്ന വേറൊരു ഉത്സവം ഉണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. കാരണം ഓരോ മതത്തിനും ഓരോ ആഘോഷങ്ങളുണ്ട്. എന്നാൽ കേരളത്തിൽ എല്ലാ ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഒക്കെ ഒരു ആഘോഷമായ ഓണം നമുക്ക് മാത്രമുള്ളതാണ്. സാറൊക്കെ സംസാരിച്ചതിന് ശേഷം പിന്നെ പ്രസംഗിക്കാൻ വരുന്നത് തന്നെ വലിയൊരു ഭീകരകാര്യമാണ്. കാരണം തൃശ്ശൂർ പൂരം കഴിഞ്ഞിട്ട് പിന്നെ ഒറ്റ കോലപ്പടക്കൂട്ട് പൊട്ടിച്ചിട്ട് കാര്യമില്ലല്ലോ, ആ സൗണ്ടിൻ്റെ ഒപ്പം ഏൽക്കൂല. എന്നാലും ഇവിടെ കുളിച്ചൊരുങ്ങി വന്ന നിലക്ക് എന്തെങ്കിലും പറയണമല്ല, അതും പറയാതിരിക്കാൻ പറ്റില്ല. സാറ് പറഞ്ഞത് ഞാൻ വളരെ കൃത്യമായി കേൾക്കുകയായിരുന്നു. പണ്ട് കാലത്തെ ഓണം കുറച്ചൊക്കെ എനിക്കും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പണ്ട് ഞാനൊരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിലും മുഴുവൻ ആളുകളോടും കൂടിയാടി ജീവിച്ച് ശീലിച്ച ഞാൻ തൊട്ടടുത്ത എല്ലാ ആണും പെണ്ണും ഒക്കെ ഉള്ള കുട്ടികളെ കൂടി തൊട്ടടുത്ത തൊടിയിലും പറമ്പിലും ഒക്കെ പോയി പറ്റുന്ന പൂ മറ്റേ ചേമ്പലയിലും നുള്ളി എല്ലാവരും ഒരുമിച്ച് മുറ്റത്ത് പൂക്കളമിടും. സാറ് പറഞ്ഞതുപോലെ വർഷത്തിൽ നമുക്കൊരു വൃത്തിയുള്ള വസ്ത്രം ധരിക്കാൻ പുതിയത് കിട്ടുന്നത് ഓണത്തിനാണ്. അതുപോലെ 3-4 കറികൾ കൂട്ടി നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത് ഓണത്തിനാണ്. നമ്മുടെ എല്ലാ ബന്ധുമിത്രാദികളും എത്തുകയും അവരെല്ലാം കൂടി ഒന്നിച്ച് സദ്യ ഉണ്ണുകയും വൈകുന്നേരമായ എവിടെന്നെങ്കിലും ഒരു നിലവിളക്ക് കൊണ്ടെന്ന് കത്തിച്ച് അറിയാവുന്ന പാട്ടൊക്കെ പാടി എല്ലാ ആളുകളും പങ്കെടുത്ത് കൈകൊട്ടി ഓണക്കളി നടത്തുന്ന ഒരു സംസ്കാരം നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. ആ ഓണമൊക്കെ നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഓണത്തിൻ്റെ മഹിമ നമ്മുടെ മനസ്സിൽ മങ്ങാതെയും മായാതെയും നിൽക്കും. ഇന്നത്തെ ഓണം ഒരു കച്ചവടത്തിന് വേണ്ടി മാത്രമായി മാറിയിട്ടുള്ള ഒരു ഓണമായി മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം നമ്മുടെ പത്രം എടുത്ത 6-7 പേജിലാണ് അത് മേടിച്ചാൽ ഇത് കിട്ടും, ഇത് മേടിച്ചാൽ അത് കിട്ടും, മറ്റാളെ മേടിച്ചാൽ മറിച്ചത് കിട്ടും, ഇതൊക്കെ 3000 രൂപക്ക് TV കിട്ടും. പക്ഷെ നമ്മൾ എവിടെന്നെങ്കിലും അണ്ണാച്ചിനോട് പലിശക്കും മേടിച്ച് ആ കണ്ട TV മേടിക്കാൻ ചെല്ലുമ്പോൾ അവർ പറയാതെ സ്റ്റോക്ക് തീർന്നു പോയി എന്ന് പറയും. വെറുതെ പറഞ്ഞു സ്റ്റോക്ക് തീർന്നു പറഞ്ഞു. അപ്പൊ പിള്ളേരോട് അച്ഛൻ TVക്ക് പോയേക്കല്ലേ, അവന്മാര് വർത്താനമൊക്കെ പറഞ്ഞ് ലോണൊക്കെ തന്ന് ഏതെങ്കിലും ഒരു 30,000 TV നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവരും. ആർക്കെങ്കിലും അതിലേക്ക് കിട്ടിയ കാറാ ഫോണൊക്കെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? വൈപ്പിങ്കലിൽ തുണി മേടിച്ചാൽ ബെൻസ് കാറ്, മറ്റത് മേടിച്ചാൽ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഗംഭീര പരസ്യം. അതുപോലെ തുണിക്കടയുടെ കച്ചവടം, TVയുടെ കച്ചവടം, ഇതൊക്കെ തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് സർക്കാരിൻ്റെ കച്ചവടം. ഏറ്റവും കൂടുതൽ കള്ള് വിൽക്കുന്നത് നമ്മുടെ ഓണത്തിനാണ്. ഏറ്റവും കൂടുതൽ കള്ള് നമ്മുടെ സിവിൽ സപ്ലൈസിൽ അരിയില്ല പയറില്ല എന്ന് പറഞ്ഞാലും ജവാനില്ല എമ്മറ്റില്ല എന്നൊന്നും ഒരു ബ്യൂറേജിലും പറഞ്ഞു കേട്ടിട്ടില്ല. ആരും നിരുത്സാഹപ്പെടുത്തല്ല, ചോദിക്കുന്ന സാധനം കൊടുക്കുന്നു. ഇന്നൊരു സങ്കടകരമായ വാർത്തയുണ്ട്. കഴിഞ്ഞ കൊല്ലത്തേലും 14 കോടി രൂപക്ക് കുറച്ചാണ് കുടിച്ചേരുന്നത്. ഈ കൊല്ലം സാറേ ഭയങ്കര ഒരു സങ്കടകരമായ വാർത്ത. കാരണം കുടി കുറച്ചുന്ന ആളുകൾ ഇത്രയും കുടിച്ചിട്ട് തന്നെ കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളിയിൽ ഒരു ചേച്ചീനെ വണ്ടി ഇടിച്ചിട്ട് സ്കൂട്ടറിട്ട് ചമ്മന്തി അരക്കണ പോലെ കാർ ഓടിച്ചുകൊണ്ട് പോയി. ഡോക്ടറും കള്ളും കഞ്ചാവുമാണ് രണ്ടുപേരും. 14 കുറഞ്ഞിട്ട് ഇതാണ് അവസ്ഥ. 14 കോടിയുടെ കുടി കുറഞ്ഞിട്ട് ഇതാണ് അവസ്ഥ. അപ്പൊ അതിൽ കൂടുതൽ കുടിച്ചാല 1ാം സമ്മാനം മേടിച്ചേക്കുന്നത് കൊല്ലം ജില്ല തന്നെയാണ്. നല്ല കുടിയും തെറിയും ഇടിയാണ് അവിടെ. കഴിഞ്ഞ ദിവസം വാർത്ത 12 മണിക്ക് നോക്കിയിട്ട് 2 വീലറിൽ പോയേക്കണത് തന്നെ 10-16 പിള്ളേരാണ് മരിച്ചിട്ടുള്ളത്. ഒരുപാട് പേര് ആശുപത്രിയിലാണ്. ഓണത്തിന്റെ അന്ന് ഉത്രാടത്തിന്റെ തലേദിവസവും രാത്രി. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഓണമായി മാറിക്കൊണ്ടിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം തിരുവോണത്തിന് എൻ്റെ ഒരു സുഹൃത്ത് ക്ഷണിച്ചിട്ട് എൻ്റെ ഭാര്യയും 2 മക്കളും കൂടി പോയി.
അവിടെ ചെന്ന് വളരെ ആഘോഷകരമായിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചപ്പോൾ ഒരു ഇലയൊക്കെ ഇട്ടിട്ട് 10-30 തരം കറി അങ്ങോട്ട് വിളമ്പി വെച്ചപ്പോൾ നമ്മൾ ഇതൊക്കെ എപ്പോൾ ഉണ്ടാക്കിയത്? ചേച്ചി ഒറ്റയ്ക്ക് ഉണ്ടാക്കിയാണോ? ഇല്ല, ഇത് ഓർഡർ കൊടുത്താണ്. 10 കൊല്ലമായി ഇവിടെ അവരോട് തന്നെ ഓർഡർ അടിക്കണം. തിരുവോണത്തിന് കഞ്ഞി വെച്ചിട്ട് 10 കൊല്ലമായിന്ന്. മിനിഞ്ഞാന്ന് ഞാൻ പോയ വീട്ടിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, പേര് ഞാൻ പറയണില്ല, ജോഷിയുടെ അല്ല കേട്ടോ. കാരണം ഇതൊക്കെ ഓർഡർ ചെയ്തേക്കാണ്. ചുക്കുവെള്ളം വരെ കൊണ്ടുവന്ന് കൊടുത്തേക്കാണ് കുപ്പിയിൽ. അതിങ്ങോട്ട് ഒഴിക്കേണ്ട കുഴപ്പമുള്ളൂ. കൈ കഴുകി തരാൻ വേണ്ടി ഒരു സംവിധാനമില്ല. അതിപ്പോ നമ്മ തന്നെ കഴുകണം. കഴിക്കണതിന് മുമ്പും പോയി കഴുകണം. കഴുകിയിട്ടും നമ്മൾ അത് കാറ്ററിംഗ് എടുക്കാൻ ആരും വന്നിട്ടില്ല. അടുത്ത കൊല്ലമൊക്കെ ചിലപ്പോൾ അതും ആയിരിക്കും. മറ്റത് അയൽവക്കത്തെ ആളുകളും എല്ലാവരും കൂടിയിട്ടുള്ള ഓണം. ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ശത്രു തൊട്ട് വാതിക്ക് അപ്പുറത്ത് താമസിക്കണവനാണ്, ഇല്ലേ? മുമ്പ് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഓടിക്കൂടാനും, ഇവിടെ ഒരു കറിയില്ലെങ്കിൽ അവിടെ എന്താണ് കിട്ടിയത്? അയിലാണ് ഇച്ചിരി ചാറുങ്ങടുന്ന് ഇല്ലേ, ഒരു ചെറിയ കഷ്ണം ഇട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മേടിച്ചൊക്കെ തിന്നിട്ടില്ലേ? ഇപ്പൊ ഏറ്റവും വലിയ ശത്രു അപ്പുറത്തെയാണ്. നമ്മളൊന്നാലും തിരിഞ്ഞു നോക്കാറില്ല. ആകെ നോക്കും എപ്പോഴാണ് നമ്മുടെ വീട്ടിൽ കരണ്ട് പോകുമ്പോ. അപ്പുറത്തൊന്ന് നോക്കിയിട്ടാന്ന് പറഞ്ഞിട്ട് ഒന്ന് എത്തി നോക്കുമ്പോ അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സമാധാനമാണ്. കാരണം വരുമ്പോ ഒന്നിച്ചിരിക്കല്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥ ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ ഉണ്ടാകുന്ന എനിക്കറിയില്ല, ഞാൻ മുളവാടാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹവും. പണ്ട് സാറൊക്കെ പറഞ്ഞ പോലത്തെ ഒരു അന്തരീക്ഷമൊക്കെ നമ്മളിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് കൊച്ചുകുട്ടികള് അത് കാരണം അവരുടെ ഇന്റർനെറ്റും ഗൂഗിളൊന്നും നമുക്ക് പറഞ്ഞുകൂടാ, നമ്മളും അജ്ഞരാണ്. അപ്പൊ നിങ്ങൾ മോശക്കാരാണെന്നല്ല പറയണ, അത് അനുഭവിച്ച നമ്മുടെ ഉള്ളിൽ ആ ഓണവും ആ സന്തോഷവും ആ കൂട്ടായ്മയൊക്കെ ഉള്ളത് കൊണ്ടാണ് സുനിലേട്ടനൊക്കെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലമെങ്കിലും ഈ ഓണാഘോഷവും റെസിഡൻസ് അസോസിയേഷനൊക്കെ നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ മക്കളൊക്കെ പഠിച്ചു വരുമ്പോൾ മൊത്തം ലണ്ടനിലും അമേരിക്ക, കേരളം കണ്ടുകൂടെ അവർക്ക്. കേരളം ഇഷ്ടമല്ല, എങ്ങനെയെങ്കിലും പഠിച്ചിട്ടൊരു ലോൺ കൊടുത്തിട്ട് എങ്ങാടെങ്കിലും പോകണമെന്നാണ്. പിന്നെ നമ്മ മരിക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചേക്കണം ഒരാഴ്ച. കാരണം അവര് ഫ്ലൈറ്റ് എടുത്ത് വന്ന് കണ്ടിട്ട് ഇത് വെക്കുമ്പോൾ അപ്പോഴും നമ്മൾ വിറകുകൊള്ളി പോലെയായി പോകും, ഇവര് വരാൻ വേണ്ടി കാത്തിരുന്ന്. അങ്ങനത്തെ ഒരവസ്ഥയൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ നമുക്ക് വൈപ്പിൻകരയിലും പറവൂർ മേഖലയിലും ഒക്കെ ഇപ്പോൾ പഴയ നിലയിലുള്ള കുറേ കലാരൂപങ്ങളും കലാകാരന്മാരും പൊതുപ്രവർത്തകരും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറേയൊക്കെ ഇതിൻ്റെ ഭാഗമാകാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത്രയും സഹോദരിമാരും റെസിഡൻസ് അസോസിയേഷനും ആയതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാനൊരു കാര്യം പറയാം. എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. സുനിലേട്ടനൊക്കെ അറിയാം. സിപ്പി സാറിനെ നേരിട്ട് പരിചയമില്ലെങ്കിൽ ഞാൻ ചെറുപ്പം തൊട്ടേ കവിത വായിക്കുകയും ദൂരെ നിന്ന് കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരു ബഹുമാനം എനിക്ക് ഉണ്ട്. ഒരുപാട് പേരായിട്ട് എനിക്ക് പരിചയമുണ്ട്. മുളവുകാട് എവിടെയെങ്കിലും കിടന്ന് മരിച്ചു പോകേണ്ട എന്നാ ഈ ലോക മലയാളികൾ മുഴുവൻ അറിയുന്ന ഒരു സലീമാക്കി മാറ്റിയത് എൻ്റെ ഭാര്യയും എൻ്റെ 3 വയസ്സുള്ള മോളും കൂടിയാണ്. അതെനിക്കിവിടെ അഭിമാനത്തോടെ പറയാൻ കഴിയും. കാരണം ഇത്രയും കുടുംബം ഇരിക്കണോണ്ടാണ് ഞാനിത് പറയണത്. എനിക്ക് ചെറുപ്പം തൊട്ടേ കലാരംഗത്ത് പ്രവർത്തിക്കണം, അഭിനയിക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ വീട്ടിലെ ദാരിദ്ര്യവും സാഹചര്യവും ഒക്കെ കൊണ്ട് എങ്ങനെയെങ്കിലും മരിക്കാതെ ഇവനൊക്കെ വളർന്നു കിട്ടിയെന്ന് കരുതി മതി എന്നും പറഞ്ഞാൽ കാരണന്മാർ നടക്കണം. അതിൻ്റെ അടുത്ത് നമ്മളെ എന്തെങ്കിലും കലക്ക് കൊണ്ടുപോയി ആക്കാൻ പറ്റുമോ? ഒന്നുമില്ല, ജീവിച്ചു പോയിക്കോട്ടെ എന്നുള്ള നിലയിൽ വിദ്യാഭ്യാസത്തിന്റെ മഹത്വം പോലും അറിഞ്ഞൂടാ. കാരണം വീട്ടിൽ കിടന്ന് എല്ലാവരും കൂടി ഇടിയിട്ട് ചാകണ്ടെന്നും പറഞ്ഞിട്ടാണ് സ്കൂളിലോട്ട് വിടുന്നത്. കാരണം 10 മണി പോയാൽ 4 മണി വരെയെങ്കിലും കാരണന്മാർക്ക് തലക്ക് വിളി കിട്ടുമല്ല, അതിനുവേണ്ടി മാത്രമാണ് സ്കൂളിൽ വിടുന്നത്. പക്ഷെ അവിടുന്ന് കൂടുതൽ മാർക്ക് മേടിച്ച് ഉദ്യോഗസ്ഥരായി നല്ല ജീവിതം അവർക്ക് അറിഞ്ഞൂടാ പാവങ്ങൾക്ക്. ഞാനൊരു ദിവസം എൻ്റെ കാരണവരോട് ചോദിച്ച്, വാപ്പ അവിടെ 10 സെന്റ് അത്രയല്ലേ വില ഉണ്ടായുള്ളൂ അന്ന്, അപ്പൊ അതെന്താ മേടിച്ചിടാനാ? എടാ അന്ന് 50 പൈസക്ക് ശർക്കര മേടിച്ച് ചായ കുടിക്കുമെന്ന് ആലോചിക്കാൻ പോലും പറ്റാത്ത സമയത്താണ് 10 സെന്റ് മേടിച്ചിടുന്ന കാര്യം പറഞ്ഞത്. അത്രയും ദാരിദ്ര്യത്തിലൊക്കെ നടക്കുകയാണ്. അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അങ്ങനെ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം പഞ്ചായത്ത് മെമ്പറായിട്ട് നടക്കുകയാണ്. ഇതുപോലെ കുമ്മായത്തിൽ വീണ പോലെ വെള്ളയൊക്കെ ഇട്ട് രാവിലെ അങ്ങോട്ട് ഇറങ്ങും. അപ്പൊ കുറെ ചെല്ലുമ്പോ കുടുംബശ്രീ പെണ്ണുങ്ങളൊക്കെ വന്നിരുന്ന ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സലീം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആരാണ്ടാണെന്നൊക്കെ എനിക്ക് തോന്നും. ഞാൻ കക്ഷത്തിൽ 2 ഇഷ്ടികയൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വരും വീട്ടിലേക്ക്. അപ്പൊ ബാക്കി വന്ന നോട്ടീസൊക്കെ ആയിട്ടാണ് നമ്മൾ വരുന്നത്. വേറെ ഒരു വരവുമില്ല, വെറുതെ അമ്മക്കുള്ളി മാത്രമേ ഉള്ളൂ മെമ്പറായ അല്ലേ വീട്ടിൽ.
ആ വാർഡിലെ കറിക്ക് പുളി പിടിച്ചിട്ടില്ലെങ്കിലും പറയും ഇവിടുത്തെ മെമ്പർ ഗുണമല്ല എന്ന് പറയും. കാരണം ഭാര്യനെ പേടിയുള്ളവന് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് പഞ്ചായത്ത് മെമ്പർ. കാരണം ഒന്നും തിരിച്ചു പറയാൻ പറ്റൂലല്ല, ഒരു വോട്ട് ചെയ്തു പോയില്ലേ. അല്ലെ ഗ്രാമസഭയിൽ വന്ന് ഇവര് അലമ്പുണ്ടാക്കും, അതുകൊണ്ട് എന്തേലും പറഞ്ഞോട്ടെ എന്നും പറഞ്ഞിട്ട് നമ്മളങ്ങനെ ക്ഷമിച്ചു കൊടുക്കും. ഇങ്ങനെ ഒരു സമയത്ത് ഒരു ദിവസം ഞാൻ വീട്ടിൽ കയറി വരുമ്പോ ഇവളെന്നോട് ചോദിച്ച്, നിങ്ങൾ കല്യാണത്തിന് മുമ്പ് സ്കൂളിൽ ഭയങ്കര നാടകം മിമിക്രി എന്നൊക്കെ പറഞ്ഞിട്ടല്ല, ഞാനിവിടെ വന്നിട്ട് ഒന്നും കണ്ടിട്ടില്ല. റോഡിൽ പട്ടി കത്ത് കിടക്കണ, മറ്റേ ലൈറ്റ് കത്തണില്ല, മറ്റേ പെണ്ണിനെ കൊണ്ട് ഇന്നാള് പോയി എന്നൊക്കെ പറയണല്ലാതെ കേൾക്കണല്ല, അതൊന്നും കണ്ടിട്ട്. ഞാൻ എന്താണ് ഇപ്പൊ നിനക്ക് എന്താ പ്രശ്നം? അപ്പൊ പറഞ്ഞിങ്ങനെ ഈ കല്യാണം കഴിഞ്ഞ ആളുകളുടെ ഒരു പ്രോഗ്രാം നടപ്പുണ്ട്, ശ്വേതാമേനോൻ ആങ്കർ ചെയ്യണ, വെറുതെ അല്ല ഭാര്യ എന്നാണ് അതിന്റെ പേര്. അപ്പൊ പുതുതായിട്ട് കല്യാണം കഴിച്ചേക്കണവരുടെ ഒരു മത്സരം എന്ന് പറഞ്ഞു. ഇത് കേട്ടതോടുകൂടി എനിക്ക് കലി കയറിയില്ലേ. എന്ത് വർത്താനമാണ് നീ പറയണ? അത് തിന്നിട്ടിരിക്കാൻ പാടില്ലാതെ കാശും സൗകര്യമില്ല, വീട്ടില മക്കൾ വന്ന് തുള്ളേണ്. പിന്നെ ഞാനിവിടെ മണ്ഡലം പ്രസിഡന്റാണ്, നിന്റെ കൂടെ വന്ന് അവിടെ ഡാൻസ് കളിച്ച് എനിക്ക് പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കണ്ടേ? അതാണ് ഇതാണെന്നും പറഞ്ഞ് വായിക്കൊള്ളാവുന്ന വഴക്ക് മുഴുവൻ ഞാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ശരി എന്നാ ഇനി മിണ്ടണില്ല എന്നും പറഞ്ഞിട്ട് ഒതുങ്ങി. ഒരു ദിവസം ഞാൻ വൈറ്റില ജംഗ്ഷനിൽ സിഗ്നലിൽ 2 വീലറിൽ ബ്ലോക്കായിട്ട് നിൽക്കാൻ നേരത്ത് അവിടെ വലിയൊരു ഹോർഡിങ് ഇരിക്കണം, ഒരു കെട്ടിയാനും കെട്ടിയോളും കൂടി നിൽക്കണം, വെറുതെ അല്ല ഭാര്യ എന്ന് പറഞ്ഞ് ലൈറ്റൊക്കെ ഇട്ട് വെച്ചേക്കണം. ഇതുപോലത്തെ മമ്മൂട്ടിയൊക്കെ ഇരുട്ടത്ത് കാടും പടലും പിടിച്ച് കിടക്കണം. അപ്പൊ ഞാൻ ഇവള് പറഞ്ഞ പരിപാടി ഇത്ര TV കാണാറില്ല അന്ന്. ഇവള് പറഞ്ഞ പരിപാടി ഇത്ര ഗംഭീരമാണ്. മമ്മൂട്ടി ഇരുട്ടത്ത് അല്ലാത്തൊരു കെട്ടിയാനാ വൈൽഡ് ലൈറ്റൊക്കെ ഇട്ട് വെച്ചേക്കണം. അപ്പൊ ഇത് കൊള്ളാല, നമ്മളുടെ കലാകാരനുണർന്ന് എങ്ങനെ ഇത് എത്തിപ്പിടിക്കുമെന്ന് ഓർത്ത് നടന്നിട്ടതൊക്കെ വെള്ളമൊഴിച്ച് കെടുത്തിട്ടായിരുന്ന സമയമാണ്. ഞാൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, എടീ നീ ഇന്നലെ ഒരു പരിപാടിയുടെ കാര്യം ഇല്ല, പരിപാടിയല്ല നമുക്ക് പറ്റൂലല്ലോ അത്. ഞാൻ ഇല്ല, എന്താണ് നീ പറ. അപ്പൊ ഇങ്ങനെ ഒരു പരിപാടിയാണ്, കപ്പിളിന്റെ ഫോട്ടോ അയച്ചു കൊടുത്താൽ അവര് ചിലപ്പോൾ വിളിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ അയച്ചു കൊടുക്ക്, നമുക്ക് പോയി നോക്കാം, കിട്ടണമെങ്കിൽ ശ്രമിക്കുക, ഒരാഗ്രഹം പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ആൽബം ഞങ്ങൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ചിരിച്ചുകൊണ്ടിരിക്കണ ഒരു ഫോട്ടോ പോലും ഇല്ല. ഞാൻ ബഹുമാനപ്പെട്ട അധ്യക്ഷതല്ലേ, ബലത്തിലൊക്കെ അത് ഇങ്ങനെയൊക്കെ തോള് മുട്ടിച്ചാൽ ചിലപ്പോ പാർട്ടിയിൽ കുറഞ്ഞു പോകുന്നോർത്ത് അതുപോലും മുട്ടിക്കാതെയൊക്കെ നിൽക്കണ ഫോട്ടോ എന്നുള്ളത് ക്യാപ്റ്റൻ രാജുവൊക്കെ TG രവിയൊക്കെ നിൽക്കണ പോലെ. ഇവള് ഒരുവിധം ഭേദപ്പെട്ട 2 ഫോട്ടോ അതിൽ നിന്ന് കീറിയെടുത്ത് അപേക്ഷിച്ച് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മനോരമയെന്ന് വിളി വന്നു, വയലാറ് ഇങ്ങനെ ഒരു സ്റ്റുഡിയോയിൽ ഓഡീഷൻ ഉണ്ട്, നിങ്ങൾ ഭാര്യയും മോളും ഒന്ന് പങ്കെടുക്കണം, ഒരു 2 മിനിറ്റുള്ള സ്കിറ്റ് അവതരിപ്പിക്കണമെന്ന് പറഞ്ഞു. സ്കിറ്റ് എങ്ങാനും വീട്ടിൽ കിടന്ന് പഠിക്കാൻ പറ്റുമോ? അപ്പോൾ അമ്മ ബഹളം ഉണ്ടാക്കും, തൊട്ടപ്പുറത്ത് മുസ്ലിം പള്ളിയാണ്, ഇത് നമുക്ക് പറ്റൂല, നരകത്തിൽ പോകുന്ന. അപ്പം തന്നെ പറഞ്ഞ് ബഹളവും തെറിയും തേപ്പും ഒക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ മുണ്ടല്ലേ, ഇവിടെ നിന്നിട്ട് നമുക്കൊരു പരിപാടി നടക്കൂല, നമുക്ക് പോണ വഴി സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം ഞാൻ മനസ്സിലൊരു സ്കിറ്റ് ഉണ്ടാക്കി. നമ്മുടെ സ്കൂട്ടറിൽ മുമ്പിലെ ടാങ്കിൽ മൂത്ത മോളെ കയറ്റി ഇരുത്തി, ഇവളെ പുറകിലും ഇരുത്തി, ഞാൻ വയലാറ് വരെ 2 വീലർ ഓടിച്ചു പോകുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഭർത്താവ്, നീ ബോറടിക്കണ്ട നിങ്ങൾക്ക്, ഞാൻ ഭർത്താവ് നീ ഭാര്യ. ഞാൻ സ്റ്റേജിലോട്ട് വന്നിട്ട് ഇങ്ങനെ 3 കാര്യം ചോദിക്കും, നീ അതിന് ഈ 3 മറുപടി പറയണമെന്ന് പറഞ്ഞത്. ഞാൻ 1 ചോദിക്കും, അപ്പം മറുപടി പറയും, 2 അവിടെ ചെന്നപ്പോഴും സംഭവം സെറ്റായി. ഫ്ലോറിൽ ആയിട്ടില്ല എന്നല്ലേ ഉള്ളൂ, പക്ഷെ സാധനം സെറ്റായി. അവിടെ ചെന്നപ്പോ ഇവിടെ എറണാകുളം തൊട്ട് ചേർത്തല വയലാറ് വരെ വെയിൽ കൊണ്ടപ്പോ ഞാൻ ബംഗാളി വരിക്കാൻ കൂട്ടാൻ വന്നു. അന്ന് ഹെൽമെറ്റ് ഒന്നുമില്ല, വെയിലൊക്കെ കൊണ്ടിട്ട് ബിഷറി പോലെ മുടിയൊക്കെ. സെക്യൂരിറ്റി എന്നെ അകത്തോട്ടും കയറ്റണില്ല, കാരണം ലുക്കില്ലല്ലോ, ഒരൊറ്റ മുണ്ടും ഒരു ഷർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ ഒരു മനുഷ്യന് ചക്കൂറ്റും ഉണ്ടാവില്ല. അവിടെ ചെന്നപ്പോ സാറ് പന്തല് പോലത്തെ കാറും കൈച്ചെയിനും കുടവയറും കൂളിംഗ് ഗ്ലാസും ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ. അപ്പൊ ഇവളുടെ വയറ്റിൽ നിന്ന് പോയി, നമുക്ക് കേറണ്ടാട്ടാ, വെറുതെ നാടൻ കെട്ട് പോരേണ്ടി വരും. ഞാൻ നീ എന്താ പറയുക, ഇവിടത്തോളം വന്നതല്ലേ, നീ എന്റെ മുണ്ട് കണ്ടിട്ടൊന്നും പേടിക്കണ്ട, ഫ്ലോറിൽ പറ്റ നമുക്ക് കൈകാര്യം ചെയ്യാം. ഞാൻ പറഞ്ഞത് തന്നെ പറഞ്ഞ. അപ്പൊ സെക്യൂരിറ്റി തന്നെ കേട്ടണില്ല, ഇയാളാണെങ്കിൽ ഹിന്ദിയാ പറഞ്ഞ, എനിക്ക് പറയാൻ പറഞ്ഞൂടാ. ഞാൻ ഫോൺ എടുത്തിട്ട് എന്നെ വിളിച്ചാൽ, സാറേ ഇങ്ങനെ സലീമാണ്, ഇങ്ങനെ കണ്ടസ്റ്റന്റ് ആണ്, ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ടായി എന്ന് പറഞ്ഞു. കയറിയോ, എവിടെ നിൽക്കണം? ഞാൻ എന്റെ കേറ്റണില്ല അതിന്റെ അകത്തോട്ട്. അയ്യോ ഞാൻ എന്തിനാ വരുന്നെന്നും പറഞ്ഞ് അയാൾ എന്നെ വിളിച്ചുകൊണ്ട് പോയി. അപ്പൊ ശ്രീകണ്ഠൻ നായര്, നദിയ മൊയ്തു, മഞ്ജു പിള്ളയൊക്കെയാണ് ജൂറി ആയിട്ടിരിക്കുന്നത്. ശ്വേതാമേനോൻ ആങ്കർ, ഞാനും എൻ്റെ മോളും ഇവളും കൂടി സ്കിറ്റ് അവതരിപ്പിച്ച്. അങ്ങനെ 3000 പേരിൽ നിന്ന്
1000 പേരെ തിരഞ്ഞെടുത്തതിൽ ഞാൻ പെട്ട്, 1000 പേരിൽ നിന്ന് 100 പേരെ തിരഞ്ഞെടുത്തതെന്ന് പെട്ട്, 100 പേരിൽ നിന്ന് 16 പേരെ തിരഞ്ഞെടുത്തതെന്ന് ഞങ്ങൾ പെട്ട്, 16 പേരിൽ നിന്ന് മത്സരിച്ച് ഫൈനൽ അടിച്ച് 6 ലക്ഷം രൂപയായിട്ടാണ് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മോളും കൂടി തിരിച്ച് വീട്ടിലോട്ട് വന്നത്. അതിനുശേഷം എനിക്ക് മറിമായത്തിൽ അവസരം കിട്ടി, ലോകരാജ്യങ്ങളിൽ മുഴുവൻ പോകാൻ പറ്റി, മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് കിട്ടി. അങ്ങനെ ഞാൻ എന്തെല്ലാം ആഗ്രഹിച്ച് അതെനിക്ക് തന്നത് എൻ്റെ ഒരു ബന്ധങ്ങളും സൗഹൃദവും ഗമയൊന്നുമല്ല, എൻ്റെ ഭാര്യയും എൻ്റെ കൊച്ചുമോളുമാണ്. അതുകൊണ്ട് കുടുംബം ഒട്ടും ചെറുതല്ല. നമ്മളവരെ കേൾക്കുക, അവരെ ചേർത്ത് നിർത്തുക, അവരുടെ പ്രാർത്ഥനയും സപ്പോർട്ടുമാണ് നിങ്ങളും ഞാനും ഉള്ളതൊക്കെ. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഈ വേദിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എന്നെ കേട്ടതിനും എന്നെ ക്ഷണിച്ചതിനും ഒക്കെയുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഈ റെസിഡൻസ് അസോസിയേഷനിലെ മുഴുവൻ ആളുകൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗ്രാമപഞ്ചായത്തിന്റെ ആധുനിക പ്രസിഡന്റ് രമണി ചേച്ചി, പ്രിയപ്പെട്ട സിപി മാഷ് ഉൾപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ആരവങ്ങളും ആഘോഷങ്ങളുമായി ഓണം വന്നു. ഓണത്തിന് 4ാമത് നാളാണ് നമ്മൾ ഇന്ന് ഇവിടെ ആഘോഷിക്കുന്നത്. എല്ലാ വർഷത്തിലെയും പോലെ തന്നെ ഇന്ന് വാടകയ്ക്കകം സംഘടനയുടെ കീഴിലുള്ള കുടുംബാംഗങ്ങൾ ഒത്തുചേർന്നുകൊണ്ടുള്ള പരിപാടികൾ നടത്തപ്പെടുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു കുറേയധികം ആളുകളുടെ, സ്ത്രീകളായാലും പുരുഷന്മാരുടെ കൈകളിലൂടെയാണ് ഇന്നത്തെ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഓണം എന്ന് പറയുമ്പോൾ അടുത്ത വർഷത്തെ ഓണത്തിന് നാം എന്ത് പറയും, അടുത്ത ഓണത്തിന് നമുക്കത് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഒരു വർഷത്തെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇന്നിവിടെ ഈ സംഘടനയുടെ ആഘോഷങ്ങൾ ആഘോഷിക്കുന്നത്. ഓണം എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ടുകാലത്തെ ഓണത്തിന് വ്യത്യസ്തമായിട്ട് നമ്മൾ അന്ന് കർക്കിടകത്തിൻ്റെ ആ പഞ്ഞമാസം കഴിഞ്ഞുകൊണ്ട് ചിങ്ങപ്പുലയിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് പറഞ്ഞ പഴമ്പായ വരെ കത്തിച്ചു കളഞ്ഞുകൊണ്ടാണ് നമ്മൾ ആ ചിങ്ങത്തിലേക്ക് കടക്കുന്നത്. ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, സിപി മാഷ് രമൺ ചേച്ചിക്ക് സൂചിപ്പിച്ചതുപോലെ, നമ്മൾ അന്ന് വയറ് നിറച്ച് ഉണ്ണുന്നതിനോ ഭക്ഷണം കഴിക്കുമോ നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നതിനോ എല്ലാം തന്നെ നമ്മൾ ഒരു ഓണം വരണമായിരുന്നു. ഇന്ന് നമുക്ക് അങ്ങനെയല്ല. ഇന്നത്തെ ഈ പരിപാടിക്ക് വരെ നമ്മൾ പുതിയ ഡ്രസ്സ് എടുത്തിട്ടുള്ളവർ ഇവിടെ ഉണ്ടാവും. അത് കാലം മാറിയതനുസരിച്ച് നമ്മളും മാറി. അതുപോലെ നമുക്കറിയാം, ഇങ്ങനെ സംഘടന രൂപീകരിക്കുമ്പോൾ നമുക്കറിയാം, പണ്ട് നമ്മൾ ഒരു കല്യാണ വീടുകളിലോ അല്ലെങ്കിൽ വേറെ ഇതുമായി ബന്ധപ്പെട്ട വീടുകളിലോ നമ്മൾ ചെല്ലുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതായത് ഒരാഴ്ചക്ക് മുന്നേ തന്നെ നമ്മൾ നമ്മുടെ വീടുകളിലെത്തിക്കൊണ്ട് അയൽവക്കത്തെ കല്യാണം സ്വന്തം വീട് എന്ന പോലെയാണ് നമ്മളത് പെരുമാറിയിരുന്നത്. ചടങ്ങിന്റെ ഉദ്ഘാടകയായ പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രമണി അജയൻ, സിപി സാർ, ചലച്ചിത്ര താരം സലീം ഹസൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി രാധിക സതീഷ്, വേണുചേട്ടൻ, ബാക്കി കമ്മിറ്റി അംഗങ്ങൾ, കമ്മിറ്റി ഭാരവാഹികൾ, മറ്റു പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് വാടകയ്ക്കകം റെസിഡൻസ് അസോസിയേഷന്റെ ഓണാഘോഷവും കുടുംബസംഘവുമാണ്. അതിഗംഭീരമായിട്ട് തന്നെ ഇത് ആഘോഷിക്കാൻ സാധിച്ചു. അതിന് ഇതിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾക്കും ഇതിനോട് സഹകരിച്ച അംഗങ്ങൾക്കും എല്ലാവർക്കും ഞാൻ അഭിനന്ദനം അറിയിക്കുന്നു. ജാതിമത വ്യത്യാസമില്ലാതെ, വർഗ വ്യത്യാസമില്ലാതെ, കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ഒത്തൊരുമിച്ച് സഹകരിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് നമ്മളുടെ വാടകയ്ക്കകം റെസിഡൻസ് അസോസിയേഷന്റെ പ്രത്യേകത. അംഗങ്ങൾക്ക്